തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. വിവിധ തലങ്ങളിൽ അന്വേഷണം നടന്നിരുന്നു. അതിൽ ത്രിതല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് ADGPക്ക്. കേസിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാടുകളാണ് പ്രശ്നത്തിന് കാരണമായിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. വിവരങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ, ദേവസ്വത്തെ പഴിചാരി ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുമുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. അതുമാത്രമല്ല, ഈ തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. തിരുവമ്പാടി ദേവസ്വം സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകളാണ് ഇത്തരത്തിൽ ഒരു പൂരം കലക്കലിലേക്ക് പോയത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഏറെ നാളായി ചർച്ച ചെയ്താണ്, ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടായ ഒരു സംഭവം കൂടിയായിരുന്നു അത്. കാരണം BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സുരേഷ് ഗോപിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പൂരം കലക്കൽ നടപടി വന്നത്, അത്തരത്തിലൊരു സംഭവം നടന്നത് എന്നതായിരുന്നു CPM ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത്. അതിനുശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ആ സംഘർഷമുണ്ടായ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ലാത്തിചാർജോ ദേഹോപദ്രവമോ ഒന്നും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ പോലീസ് നടത്തിയിട്ടില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ അത്തവണ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ തിരക്ക് കൂടി വന്നപ്പോൾ വടമൊക്കെ ഉപയോഗിച്ച് കെട്ടി അത് നിയന്ത്രിക്കുന്ന ഭാഗമായി വന്നു. ആളുകൾ പിന്നീട് അങ്ങോട്ട് ഇരച്ചു കയറുന്ന സമീപനം വന്നു. അപ്പോൾ പോലീസുകാർ തള്ളി മാറ്റുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒന്നും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, തിരുവമ്പാടി ദേവസ്വം ചില കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ നിലപാടുകളെടുത്തു. അവിടെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന നടപടികളിലോട്ട് പോയി, പൂരം വെടിക്കെട്ട് മാറ്റിവെക്കുന്ന സമീപനത്തിലേക്ക് പോയി. അവർ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാരണമായത് എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുള്ളത്. പക്ഷേ സിജോ, നോക്കൂ, അങ്ങനെ ഒരു ദേവസ്വത്തിന്റെ ഇടപെടലിലേക്ക് നയിച്ച ചില പോലീസിന്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതേ ദിവസം അവിടെ പൂരം കലക്കൽ ദിവസം അവിടെ ഉണ്ടായതാണ്, പൂരം കാണാനായി ചെന്നതാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാവശ്യമായ നിയന്ത്രണങ്ങൾ, ഈ വടം കെട്ടിയ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക, ആനകളുടെ എഴുന്നള്ളിപ്പിനിടയ്ക്ക് അനാവശ്യമായി കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ദേവസ്വം ഭാരവാഹികളെ തന്നെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കുന്നത് തടയുക, അങ്ങനെയുള്ള വിവിധ ഇടപെടലുകളിലാണല്ലോ പിന്നീട് ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ വെടിക്കെട്ട് വൈകിപ്പിക്കുന്നതിലേക്കൊക്കെ എത്തിയത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള പോലീസിന്റെ ഇടപെടലുകളെല്ലാം അതെല്ലാം എന്തിന്റെ പേരിലായിരുന്നു? അത് കൃത്യമായ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ സാധാരണ എങ്ങനെയാണോ തിരക്ക് നിയന്ത്രിക്കുന്നത് അതിന്റെ ഭാഗമായി എടുത്തിട്ടുള്ളതാണ് എന്നാണോ ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്? അതെ, മുൻകാലങ്ങളിൽ അത്തരത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം കുറച്ചുകൂടി നിയന്ത്രണം ഘടിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സുരക്ഷയുടെ ഭാഗമായി കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം നിയന്ത്രണങ്ങളാണ് ചില ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വരികയും തുടർന്ന് അത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വീഴ്ചകളോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയതെന്നും അതിന് പിന്നിൽ രാഷ്ട്രീയപരമായ ചില ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നായിരുന്നു CPM ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തിരുന്നത്. മന്ത്രി K രാജന്റെയും അതോടൊപ്പം തന്നെ VS സുനിൽകുമാറിന്റെ ഒക്കെ മൊഴി അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നതായിരുന്നു. പക്ഷെ അതിനെ പൂർണ്ണമായും BJP നേതൃത്വം അന്ന് തള്ളുകയാണ് ഉണ്ടായിരുന്നത്. അന്ന് രാത്രിയിൽ സുരേഷ് ഗോപിയൊക്കെ അങ്ങോട്ട് ആംബുലൻസിലൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. നമ്മൾ ആ ദൃശ്യങ്ങളും ഒക്കെ പിന്നീട് കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിവാദങ്ങൾ ADGP MR അജിത് കുമാറിന്റെ പേരാണല്ലോ. ഇതിനു മുൻപേ അവിടെ തൃശ്ശൂരിലെത്തുകയും അവിടെ യോഗം ചേരുകയും ചില നിർദ്ദേശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി ഇടപെടലുകൾ നടത്തിയെന്നൊക്കെയാണ്. പക്ഷെ പിന്നീട് ഈ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ ഫോൺ വിളിച്ചിട്ട് പോലും എടുത്തില്ല MR അജിത് കുമാർ എന്നൊക്കെയായിരുന്നു. അജിത് കുമാറിന്റെ പേര് പറഞ്ഞുള്ള പരാമർശങ്ങളുണ്ടോ റിപ്പോർട്ടിൽ? നമുക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ അജിത് കുമാറിന്റെ പേരെടുത്ത് വലിയ പരാമർശങ്ങളില്ല, അല്ലെങ്കിൽ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള കണ്ടെത്തലുകളോ വിവരങ്ങളോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ സ്വാഭാവികമായി പറയുന്ന രീതിയിൽ
എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താതിരുന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൂടെ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും തന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് അജിത് കുമാർ അന്ന് സ്വീകരിച്ചിരുന്നത്.